ഹായ്, നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അടുത്തതായി സംസാരിക്കാൻ പോകുന്ന വിഷയം കോഗ്നിറ്റീവ് ബയാസിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു നമ്മളിതൊരു ചില സമയത്തൊക്കെ കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ടു പോയി. എന്നിരുന്നാലും സ്ഥിരമായി ആളുകളുമായി സംവദിക്കുക, സ്ഥിരമായി ആളുകളുമായി സംസാരിക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. സോ ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ബയാസാണ്. നമ്മളൊക്കെ പലപ്പോഴും ബയാസ്ഡ് ആവാറുണ്ട് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ. കോഗ്നിറ്റീവ് ബയാസ് എന്നുള്ളത് നമ്മൾ റാഷണലായ നമ്മുടെ ജഡ്ജ്മെന്റിൽ നിന്ന് മാറി നമ്മൾ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്നതൊക്കെ ഈ കോഗ്നിറ്റീവ് ബയാസിന്റെ ഭാഗമായിട്ടാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ, നമ്മളൊക്കെ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തൊക്കെ ഈ കോഗ്നിറ്റീവ് ബയാസ് നമ്മളെ വന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ ജഡ്ജ്മെന്റലായി കാര്യങ്ങളെ കാണുകയും അല്ലെങ്കിൽ പ്രിജുഡിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതിനൊക്കെ പിന്നിൽ ഒരു കാരണം എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ബയസ് ആയിരിക്കാം. അപ്പം ചിലപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവും ഞാൻ എൻ്റെ ജീവിതത്തിലെടുത്ത ഒരു തീരുമാനങ്ങളും തെറ്റിയിട്ടില്ല എന്നൊക്കെ. അത് പക്ഷേ അതൊരു സ്ഥലം കള്ളമാവാം. നമ്മളെടുത്ത പല തീരുമാനങ്ങളും പിന്നീട് തെറ്റാണ് നമുക്ക് തോന്നാൻ കാരണം അന്ന് നമ്മൾ തീരുമാനിച്ച് ഡിസിഷൻ മേക്കിംഗ് നടത്തിയത് ഒരു തരം കോഗ്നിറ്റീവ് ബയാസിന്റെ ഭാഗമായിരിക്കും. ഈ കോഗ്നിറ്റീവ് ബയാസ് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. സങ്ക് കോസ്റ്റ് ഫാലസി. ഇപ്പൊ സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് പറഞ്ഞാൽ പൊതുവെ നമുക്കറിയാം, ഉദാഹരണത്തിന് ഞാനൊരു കാര്യം ചെയ്തു പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്ന പ്രവണതയാണ് സങ്ക് കോസ്റ്റ് ഫാലസി. ഉദാഹരണത്തിന് എൻ്റെ അച്ഛനൊരു പലചരക്ക് കടയാണ്. അപ്പോൾ അച്ഛനായിട്ട് തുടങ്ങിയതല്ലേ. ഈ പുതിയ കാലഘട്ടത്തിലും ഒരു റീറ്റെയിൽ സ്റ്റോറിന് കാര്യമായി മാർക്കറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഞാൻ എന്ത് ചെയ്യുന്നില്ല, എൻ്റെ സങ്ക് കോസ്റ്റ് ഫാലസിയെ ഓവർകം ചെയ്യാൻ പറ്റാതെ അതിൽ തന്നെ നിൽക്കുകയാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ കോഗ്നിറ്റീവ് ബയാസ് നമ്മൾ പറഞ്ഞു വന്നത്, എന്തുകൊണ്ടാണ് ഈ കോഗ്നിറ്റീവ് ബയാസ് നമ്മളെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ്. പിന്നെ അത്രയും കാലം നമ്മൾ വളർന്ന നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ സറൗണ്ടിങ്, നമ്മുടെ കൾച്ചേഴ്സ് ആൻഡ് നമ്മളെ വാല്യൂസ്, ഇതൊക്കെ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കും. വളരെ റാഷണലായിട്ട് അല്ലെങ്കിൽ വളരെ യുക്തിപരമായ ഒരു ചിന്ത നമ്മളിലേക്ക് എത്തുകയും അതനുസരിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പം എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. എനിക്കൊരു അഡ്മിഷൻ കിട്ടിയ സമയത്ത് എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ശരിക്കും പിന്നെ ഞങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ സുഹൃത്തിനെ വിട്ടിട്ട് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു പെട്ടെന്ന്. അപ്പോൾ നമ്മളൊക്കെ ഒരുമിച്ച് നിൽക്കുന്നതല്ലേ, ശരിക്കും നിനക്ക് ഒരു ഓപ്ഷൻ ആവശ്യമുണ്ടോ എന്നോട് ചോദിച്ചു. അപ്പം ഞാനും എന്നെ കെട്ടിപ്പിടിച്ചവൻ കരഞ്ഞൊക്കെ ചെയ്തപ്പോൾ ശരിയാണ്, ഓഫ് കോഴ്സ് ഫ്രണ്ട്സാണ് നമ്മളെ സമയത്ത് നമുക്ക് അന്നത്തെ ഏറ്റവും വലുത്. ഇന്നും നമുക്ക് ഫ്രണ്ട്സ് തന്നെയാണ് വലുത്. ബട്ട് ഈവൻ ദോ എൻ്റെ നല്ലൊരു അവസരം ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് കാരണം ഞാൻ അങ്ങനെ ഒരു അവസരം നഷ്ടപ്പെടുത്തുകയും ഞാൻ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ഡിസിഷൻ എടുക്കുകയും ചെയ്തു. അപ്പോൾ കോഗ്നിറ്റീവ് ബയാസിനെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബയാസുകൾ മനസ്സിലാക്കാൻ പറ്റണം. ഇതൊരു ബയാസിന്റെ ഭാഗമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഒന്ന്. രണ്ടാമത്തെ കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങളെ ഔട്ട് ഓഫ് ബോക്സ് തിങ്ക് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഔട്ട് ഓഫ് ബോക്സ് കാര്യങ്ങൾ തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെക്കുറിച്ചൊരു വൈഡർ എമൗണ്ട് ഓഫ് തിങ്സ് ആസ് ഹാപ്പനിങ് അറൗണ്ട് യു എന്നുള്ളത്. അത്തരം കാര്യങ്ങളിലേക്ക് സംവദിക്കുകയും അത്തരം കാര്യങ്ങളുമായിട്ട് സംവദിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ഒന്നുകൂടി ഈസി ആവും. നേരെ മറിച്ച് നമ്മൾ 4 ചുമരുകൾക്കുള്ളിൽ മാത്രമാണ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് അത് വല്ലാതെ ബാധിക്കും. ആ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ എൻഹാൻസ് ചെയ്യാനാണ് നമ്മൾ കോഗ്നിറ്റീവ് ബയാസിനെ കുറിച്ച് മനസ്സിലാക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇമോഷൻസിനെയും ഇന്നും ഇന്ത്യ എന്നൊക്കെ പറയുന്നത്, നമ്മുടെ നാട്ടിൽ കേരളം എന്നൊക്കെ പറയുന്നത് വളരെ കൾച്ചേർഡ് റൂട്ടഡ് ആയ എൻവയോൺമെന്റിലുള്ളതും അത്തരം കസ്റ്റംസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളുള്ളതാണ്. അപ്പം അവിടെയൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ, പല ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഈ ഇമോഷൻസിനെ ഓവർകം ചെയ്യാൻ പറ്റൂല. ഇപ്പോൾ ഉദാഹരണം പറയാം, ഗാന്ധിജിയെ കുറിച്ച്. ഗാന്ധിജി ജനിച്ചൊരു വൈശ്വ കുടുംബത്തിലാണ്. അപ്പോൾ ഗാന്ധി ബാരിസ്റ്റർ പഠനത്തിന് വേണ്ടിയിട്ട് ലണ്ടനിൽ പോകണമെന്ന് ആഗ്രഹിച്ച സമയത്ത് ഗാന്ധിയുടെ ഏട്ടൻ ഇതിനെ എതിർക്കുന്നുണ്ട്, സഹോദരൻ. കാരണം ആ കുടുംബത്തിൽപ്പെട്ട ആരും എന്ത് ചെയ്യാൻ പാടില്ല, കടൽ യാത്ര നടത്താൻ പാടില്ല എന്നാണ് ഇമോഷൻസ്. പക്ഷെ ആ ബയാസിനെ ഓവർകം ചെയ്തുകൊണ്ട് ലണ്ടനിൽ പോകാൻ തീരുമാനിക്കുകയാണ് ഗാന്ധിജി. അങ്ങനെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയൊരു നേതാവ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഇമോഷൻസിനെയും പിന്നെ കുറച്ചും ക്രിട്ടിക്കൽ തിങ്കിങ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്.
അതിൻ്റെ ഏറ്റവും അവസാനപരമായി പറയാനുള്ള കാര്യങ്ങൾ. അത്രയും ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മൾ എന്ത് ചെയ്യും, വല്ലാതെ നമ്മൾ എൻഹാൻസ് ചെയ്യിപ്പിക്കും. നമ്മുടെ തോട്ട് പ്രോസസ്സിന് ഡെവലപ്പ് ചെയ്യും. നല്ല പുസ്തകങ്ങൾ കൂട്ടുകാരനാക്കുക. പിന്നെ നമ്മൾ സറൗണ്ടിങ്ങിലും അത്തരം ക്രിട്ടിക്കൽ തിങ്കിങ് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട്സിനെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഓരോ കാര്യത്തെയും കുറച്ചും കൂടിയും ഒരു സിമ്പിൾ ലാഘവത്തോടു കൂടി മാത്രം കാണാതെ കുറച്ചും കൂടി അഗ്രസീവായി കാണാൻ പറ്റുന്ന ആളുകൾ നമുക്കിടയിൽ ഉണ്ടാകാൻ ശ്രദ്ധിക്കുക. അത്തരം ആളുകളുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുക. ഇതാണ് കൊഗ്നിറ്റീവ് ബയാസ് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ കാണാം.